ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിത് നല്ലൊരു ഫിഷ് അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ നോക്കിക്കോളൂ. അപ്പോൾ ഞാനിവിടെ ഫിഷ് അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ട്യൂണ ഫിഷാണ്, അതായത് ചൂരമീൻ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1/2 കിലോയോളം ചൂരമീനുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വയ്ക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, ഒരല്പം ഉപ്പൊരല്പം കുറച്ച് ചേർത്താൽ മതിയാവും. കാരണം നമ്മളിനി ഇത് ഗ്രേവിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കാനുള്ളതാണ്. ഇപ്പം ഫിഷിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഒരല്പം ഉപ്പും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. ഈ മീനിലേക്ക് മസാലകൾ പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഈ മീനിൽ മസാല പിടിച്ചിട്ടുണ്ടാവും. അത്രയും സമയം മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഒരല്പം എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അച്ചാറാണല്ലോ തയ്യാറാക്കണം, അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫിഷ് അച്ചാറിലേക്ക് കുറച്ച് പൊട്ടറ്റോസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ പൊട്ടറ്റോ കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോസ് എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ്, നമ്മൾ മീൻ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ പൊട്ടറ്റോയും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ആദ്യം ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ടും എല്ലാം ഒരുമിച്ച് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ കഷ്ണങ്ങളും നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി പൊട്ടറ്റോ പീസസൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം മാത്രം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നമ്മുടെ പൊട്ടറ്റോ കഷ്ണങ്ങളിലും കൂടെ പിടിക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. അത് മൂത്ത് വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ഈ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പുറം ഭാഗം നല്ല കിരികിരാന്നും ഉള്ളു നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതേ നോക്കി ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് മൊരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ പീസസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. മുഴുവൻ കഷ്ണങ്ങളും നമുക്ക് എണ്ണയിൽ നിന്ന് വാർത്തിയെടുക്കാം. ഇത് നോക്കി പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവർ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള പീസസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്കൊന്നും കൂടെ ഇട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മൾ മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നോക്കി ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിനോടൊപ്പം തന്നെ ഇതും എടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് മുഴുവൻ മീൻ കഷ്ണങ്ങളും എണ്ണയിൽ നിന്ന് മാറ്റുക. ഇനി ബാക്കി വന്ന ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മൊരിച്ചെടുക്കാൻ നോക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ മുഴുവൻ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലിടുന്ന പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അത്രയും നേരം നമ്മൾ ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. കരിയാണ്ട് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കണം. അതിൽ ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എങ്കിലേ നമ്മുടെ അച്ചാർ നാശാവാണ്ട് ഒരുപാട് നാളിരിക്കുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കിരിക്കിരാന്നാവുന്നവരെ, നല്ല ക്രിസ്പി ആവുന്നതുവരെ നമ്മൾ മൊരിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ്, നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ സവാളയും ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വേണ്ടി വരാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ സവാള മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരല്പം മസാലകളൊന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളത്തിൽ കലക്കി നമുക്ക് വയ്ക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും ഈ മസാലയും ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ പൊടികൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ചേർക്കുന്നതിന് പകരം ഇതുപോലെ നമ്മളൊരല്പം വെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുത്താൽ പൊടികൾ കരിഞ്ഞു പോകത്തുമില്ല, കറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നോക്കി, നമ്മുടെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പം നമ്മൾ ഈ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസിലും ജലാംശം ഉണ്ടാകാൻ പാടില്ല, എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ പൊടി ഈ ഉള്ളീൻ്റെ കൂടെയൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെയും നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നോക്കി, ഇതുപോലെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് ഒട്ടും തന്നെ കരിയാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനെഗറാണ്. ഇപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇപ്പോൾ ആപ്പിൾ സിഡർ വിനെഗറാണ് ഞാൻ ചേർത്തത്. അത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് വിനെഗർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വൈറ്റ് വിനെഗറോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് വിനെഗറോ എന്തായാലും ചേർക്കാം. അപ്പം നമ്മൾ വിനെഗർ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 1 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 3 കപ്പ്, അതായത് 1/4 കപ്പിലാണ് 3 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഗ്രേവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു അച്ചാറായതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടുതൽ ചേർക്കണം കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഉപ്പ് കൂടുതലാണല്ലോ എന്ന് തോന്നണം. ഇനിയിപ്പോൾ ചെറിയ തീയിലൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ നമ്മുടെ ഗ്രേവിയിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ വിനെഗറിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകിയൊക്കെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിനെഗർ ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് അതൊരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വന്നിട്ട് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രം ഈ പൊടികൾ രണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ അച്ചാറിനുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഫിഷും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരല്പം ഗ്രേവിന് ചാറ് കൂടുതലുള്ള പോലെ തോന്നും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പൊട്ടറ്റോ കഷ്ണങ്ങളും മീനിൻ്റെ പീസസും ഒക്കെ തന്നെ അതിലുള്ള ഈർപ്പം മുഴുവൻ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറയ്ക്കുക.
നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ഒന്ന് തെളിയുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അധികം ഇളക്കൊന്നും വേണ്ട. ഇതേ രീതിയിലൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ, തീ നന്നായിട്ട് കുറയ്ക്കണം. ലോ ഫ്ലെയിമിൽ ഒന്ന് വയ്ക്കുമ്പോഴേക്കും ഈ ഗ്രേവിയിലുള്ള എണ്ണ മുഴുവൻ തെളിഞ്ഞ് വരും കേട്ടോ. അത്രയും സമയം നമ്മളൊന്ന് ഇതിനെ അനക്കാണ്ട് അങ്ങനെ വിട്ടാൽ മതി, ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിലുള്ള എണ്ണയൊക്കെ ഊസോട്ടായി പുറത്തേക്ക് വരും. അപ്പോൾ അത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 5 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. ഇതേ നോക്കി ഇപ്പോൾ അതിൽ നിന്ന് എണ്ണയൊക്കെ അതിൻ്റെ ഊർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 5 മിനിറ്റിൽ തണുക്കുന്നവരൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലൊരു വയർ റാക്ക് വെച്ച് മൂടി വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ സ്റ്റീം ഇതിലേക്ക് തന്നെ വീഴും. അപ്പോൾ ജലാംശം അതിലേക്ക് വീഴുമല്ലോ, അപ്പോൾ അച്ചാർ നാശമായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ രീതിയിലൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അച്ചാർ. ഇപ്പോൾ നോക്കിയേ, കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ അച്ചാർ നമുക്ക് ജലാംശമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു 5-6 ദിവസം പുറത്തിരിക്കുമ്പോഴേക്കും ഈ അച്ചാർ നമുക്ക് കഴിക്കുന്ന പോലെ റെഡിയാവും കേട്ടോ. ഈ പീസസൊക്കെ ഒന്ന് സോഫ്റ്റായി ഈ മസാലകളൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് റെഡിയായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.